ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് ഹീറോഫൻ്റ് ആണ്. ഹീറോഫൻ്റ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഗുരുവാണ്. സ്പിരിച്വൽ ഗുരു മീൻസ് നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ടൊരു കാര്യം പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗുരുവിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗൈഡൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഹീറോഫൻ്റിൻ്റെ എനർജി പറയുന്നത്. പിന്നെ ഈ ഹീറോഫൻ്റ് എന്ന് പറയുന്നത് ഒരു 5 ഓഫ് വൺസും ചാരിറ്റും ആണല്ലോ. ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ജാതി, മതം, സോഷ്യൽ സ്റ്റേറ്റസ്, പിന്നെ കാണാനുള്ള ലുക്ക്, ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, ഇതൊക്കെ വ്യത്യാസമായിട്ടുള്ള ആളുകളുണ്ടല്ലോ. അതായത് 2 ജാതിയിൽപ്പെട്ടവർ, 2 മതത്തിൽപ്പെട്ടവർ, അങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഈ നിങ്ങൾ കല്യാണം കഴിക്കാൻ വീട്ടിലുള്ളവർ നിങ്ങൾക്ക് ഒരു സമ്മതം തരുന്നില്ല, അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ അവർ സമ്മതിക്കാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. ചാരിറ്റ് എനർജിയാണ്. അപ്പോൾ ആ വഴക്കൊക്കെ മാറിയിട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധ്യതയുണ്ട്. ഒന്നതാണ്. 2 എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവിടെയും വഴക്കൊക്കെ ഉണ്ടായി നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു ചാരിറ്റ് എനർജിയാണ്, ഒരു പാച്ചപ്പാകാനുള്ളൊരു സാധ്യത കൂടുതലാണെന്നാണ് ഹീറോഫൻ്റിൻ്റെ എനർജി പറയുന്നത്. എസ്പെഷ്യലി ഇതൊരു സ്പിരിച്വൽ ഗുരുവാണ്. സ്പിരിച്വൽ ഗുരുവിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ്, ഒരു ഉപദേശമൊക്കെ കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. അതുപോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ കൃത്യമായ നിയമ സംവിധാനത്തെ പിന്തുടരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കോടതി കേസുകളിലൊക്കെ കിടക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു വിധി വരാനുള്ളൊരു സാധ്യത. അതുപോലെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഡിവോഴ്സ് പെറ്റീഷനൊക്കെ ഫയൽ ചെയ്തിട്ടുള്ള കപ്പിൾസ് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഡിവോഴ്സൊക്കെ ഗ്രാൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു എനർജിയാണ് ഹീറോഫൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇന്ന ദിവസം അമ്പലത്തിലൊക്കെ പോവുക, അതായത് വിഗ്രഹാരാധന ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. വിഗ്രഹാരാധന ചെയ്യുക, അത് പ്രത്യേകിച്ചും ഈ ഓപ്പൺ ആയിട്ടുള്ള അമ്പലങ്ങളാണ് കേട്ടോ. ഈ പ്രതിഷ്ഠകൾ പുറത്തിരിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചിലപ്പോൾ പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഹീറോഫൻ്റ് പറയുന്നത് കേട്ടോ. എന്തായാലും ഒരു ആരാധന കാണുന്നുണ്ട്. പിന്നെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ കുടുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ഹീറോഫൻ്റ് പറയുന്നത്. പിന്നെ ഇത് ഹീറോഫൻ്റിൻ്റെ കാർഡിനകത്ത് 5 ഓഫ് വാണ്ടും ചാരിറ്റും വരുന്നത് കൊണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പ് അതായത് മറ്റുള്ളവർ സമ്മതിക്കാത്ത റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിൽ ആ റിലേഷൻഷിപ്പ് മറ്റുള്ളവർ അറിയാനോ ഒക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പണം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. പണം പതുക്കെയാണ്, ഒരു സ്ലോയിങ് ഡൗൺ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പണം എന്ന് പറയുന്നതും അതുപോലെ ഇമോഷൻ എന്ന് പറയുന്നതും നമ്മളിലേക്ക് എത്താനായിട്ട് വളരെ താമസം എടുക്കും. അതേസമയം സ്വോർഡ് എനർജി, ബുദ്ധിപരമായിട്ടുള്ള കാര്യമായാലും വഴക്ക് അങ്ങനെയുള്ള കാര്യമായാലും, അതല്ല ഫയർ എനർജി, വോണ്ട് എന്ന് പറയുന്നതൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ക്വിക്കായിട്ട് നടക്കും. പക്ഷേ പെൻറ്റക്കിൾസ്, പണം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാനായിട്ട് സമയമെടുക്കും. അതുപോലെ ഇമോഷൻസ്, അതായത് ഒരാൾക്ക് നമ്മളോട് സ്നേഹം തോന്നാൻ സമയമെടുക്കും. നമ്മളോട് വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പ് മാറാൻ സമയമെടുക്കും. അപ്പോൾ ഇമോഷണൽ ചേഞ്ചസ് വരാനും ഫിനാൻസ് നമ്മളിലേക്ക് വരാനും ഒക്കെ സമയമെടുക്കും. അപ്പോൾ ഒരു സ്ലോയിങ് ഡൗൺ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളിലേക്ക് പണം വന്നു ചേരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് പതുക്കെ വന്നു ചേരുന്നു എന്നാണ് കേട്ടോ. പണം വാങ്ങണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പുകളാണെങ്കിൽ ഇന്നത് പാച്ചപ്പാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ. പതുക്കെ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഒരു ആളൊക്കെ ആയിരിക്കാൻ സാധ്യത, ഒരു വ്യക്തി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ട്രസ്റ്റ് ഇഷ്യൂ കൊണ്ട് മാറിപ്പോയിട്ടുള്ള ആളുകൾ, അതായത് നിങ്ങൾ തമ്മിലൊരു പരസ്പര വിശ്വാസം ഇല്ലാത്തതിൻ്റെ പേരിൽ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ ഒരു തിരിച്ചു വരവിൻ്റെ സാധ്യത കാണുന്നുണ്ട്. ഇവിടെയും അത് തന്നെ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളിലേക്കൊരു കോംപ്രമൈസ് ഉണ്ടാവുന്നതാവാൻ സാധ്യതയുണ്ട് കേട്ടോ.
എയ്റ്റ് ഓഫ് കപ്സ് ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലൊരു മൂഡ് ഓഫ് തോന്നുക, മൂഡ് സ്വിങ്സ് തോന്നുക, ആരോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത പോലെ തോന്നുക. അതിപ്പോൾ വീട്ടിലുള്ളവരോടായാലും ശരി, ജോലി സ്ഥലത്തായാലും ശരി, ചെയ്യുന്ന ജോലിയോടായാലും ശരി, ഒരു ആത്മാർത്ഥത കുറവ് പോലെ, അല്ലെങ്കിൽ ചെയ്യുന്നതിനോടൊരു മടി, മടുപ്പ്, താല്പര്യമില്ലായ്മ, അങ്ങനെയൊക്കെ തോന്നുന്നൊരു എനർജിയാണ് എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നിനോടും തോന്നത്തില്ല എന്നുള്ളതാണ്. മൂഡ് സ്വിങ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഈ ആളുകളോടുള്ള ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഫലമായിട്ട് തന്നെ അവരെന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് വല്ലാതെ ഇറിറ്റേഷൻ ഉണ്ടാവുകയും വഴക്കുണ്ടാവുകയൊക്കെ ചെയ്യുന്നൊരു എനർജി ഉണ്ട്. അതാണ് എയ്റ്റ് ഓഫ് കപ്സ്. ദെൻ ജഡ്ജ്മെൻ്റ് ആണ്. അതൊരു ചോദ്യചിഹ്നം പോലെ ഒരു കാര്യം മനസ്സിൽ അവശേഷിക്കുന്നതാണ്. അതായത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഇങ്ങനെ ചെയ്യാമോ, ഞാൻ ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്നതാണ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ ബ്ലോയിങ് ദ ഹോൺ ആണ്. അതായത് നമ്മൾ തന്നെ ഇങ്ങനെ ഉറക്കെ ചോദിക്കുവാണ്, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്ത തീരുമാനം ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ഈ പോകുന്ന വഴി ശരിയാണോ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ് നമ്മളോട് തന്നെ ചോദിക്കുന്നതാണ് ജഡ്ജ്മെൻറ്റിൻ്റെ എനർജി പറയുന്നത് കേട്ടോ. പിന്നെ കോടതിയിൽ കേസൊക്കെ ഉള്ളവർ നിങ്ങൾക്കൊന്നൊരു ജഡ്ജ്മെൻ്റ് വരാൻ സാധ്യതയുണ്ട്. ഇതൊരു കാർമികിൻ്റെ കാർഡാണ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജഡ്ജ്മെൻറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരാൽ നിങ്ങൾ അസസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളെ മറ്റുള്ളവർ വഴക്ക് പറയുമോ, അല്ലെങ്കിൽ നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമോ, അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ 3 ഓഫ് കപ്സ് ആണ്. ഇതൊരു ഗ്യാതറിങ്ങിൻ്റെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം ഒത്തുചേരൽ നടത്തുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവരോടൊപ്പം പുറത്ത് പോകുന്നുണ്ടായിരിക്കും, ഒന്ന് ചില്ലാവുന്നുണ്ടായിരിക്കും, കുറച്ചൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ഗെറ്റ് ടുഗതറോ റീയൂണിയനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ കുറച്ച് നല്ല കൂട്ടുകാരോടൊപ്പം നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ 2 പേരുള്ളിടത്തേക്ക് മൂന്നാമതൊരാൾ വന്നു ചേരുക. അങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടാവുക, ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക, ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നൊക്കെയാണ് 3 ഓഫ് കപ്സ് പറയുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് വാൺസ് ആണ്. ഇത് നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ച് പോകാൻ പറ്റാത്ത എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വീണ്ടും വലിച്ചടിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്കറിയാം നിങ്ങൾക്കത് ആവശ്യമില്ല, അത് വിട്ടുകളയാം എന്നൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അതിനോട് വല്ലാത്ത അഡ്മിറേഷൻ തോന്നുന്നതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു പാഷനായിരിക്കാം. ചിലപ്പോൾ നിങ്ങളത് എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, എന്നാൽ പിന്നെ പോട്ടെ, ഇപ്പം ഡാൻസ് പഠിക്കുക, പാട്ട് പഠിക്കുക, അതൊക്കെ വീട്ടിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമ്മൾ ഇറങ്ങിപ്പോവുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ മറ്റുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കും. അപ്പോൾ അങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളോട് നമുക്ക് വീണ്ടും വല്ലാത്ത അഡ്മിറേഷൻ തോന്നുന്നതാണ് പേജ് ഓഫ് വാൺസ്. അതൊരു പാഷനോടായിരിക്കാം, അതുപോലെ വാണ്ട് ആകുമ്പോൾ ഒരു പേഴ്സണോടും ആയിരിക്കാം. അതായത് ചില മനുഷ്യരെ നമ്മുടെ ലൈഫിൽ മുൻപുണ്ടായിരുന്ന ഇപ്പോഴില്ലാത്ത ചില മനുഷ്യരോട് വല്ലാത്തൊരു അഭിനിവേശം തോന്നുക, ഒരു വല്ലാത്ത അട്രാക്ഷൻ തോന്നുക, അവരെ മിസ് ചെയ്യുക, ഇതൊക്കെയാണ് പേജ് ഓഫ് വാൺസ്. ചില കാര്യങ്ങളോട് വല്ലാത്തൊരു അഡ്മിറേഷൻ തോന്നുക എന്നുള്ളതാണ്, മിസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഏസ് ഓഫ് സോഡ്സ് ആണ്. ഇതൊരു വഴക്കാളിയാണ്. അതായത് മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട്, അതായത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യും. അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ഒരു കഥയങ്ങ് മെനയും. എന്നിട്ട് ആ കഥ വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കാൻ പോകുന്ന എനർജിയാണ് ഏസ് ഓഫ് സോഡ്സ്. അതായത് മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാവുക, പുതിയ വഴക്കുണ്ടാവുക, അതൊക്കെയാണ് ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് വഴക്ക്, ഒരു ആർഗ്യുമെൻറ്റ് വഴക്കൊക്കെ ഉണ്ടാവുന്നതാണ്. ദെൻ നിങ്ങൾ ചിലപ്പോൾ ഇന്നൊരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഒരു പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാവുന്നുണ്ടായിരിക്കും. ഒരു പുതിയ തുടക്കം എന്നാണ്. ഇപ്പം നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഒരു പുതിയ തുടക്കമായിരിക്കും. പുതിയൊരു പ്രോജക്റ്റിലോ വല്ലതും ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരു പുതിയ മേഖലയിലേക്ക് ജോലിക്കായി പ്രവേശിക്കുന്നുണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് സോഡ്സ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് കപ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്, കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ളൊരു നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് ചേർന്ന് വരുന്നതാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ സർജറി ഉണ്ടാവുക, അല്ലെങ്കിൽ സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിന്ന് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ സർജറി നടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ന് ആയുധം, കത്തിയോ അതൊന്നും കൊണ്ടിട്ട് കൈയും കാലും ഒന്നും മുറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഏസ് ഓഫ് സോഡ്സ് കേട്ടോ. നെക്സ്റ്റ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതും ഒരു ഫിനാൻഷ്യൽ ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ. ഫിനാൻഷ്യലായിട്ടുള്ളൊരു കാര്യം നിങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ഒരു ഫിനാൻഷ്യൽ ഗെയിൻ നിങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പുതിയ രീതിയിൽ പണം സമ്പാദനം നടക്കുന്നുണ്ടായിരിക്കും. ധാരാളം പണം വന്നു ചേരും, പണം അബണ്ടൻ്റ് ആയിട്ട് പണം നമ്മളിലേക്ക് വരും. പണത്തിൻ്റെ പേരിൽ പുതിയ തുടക്കം എന്നാണ്. അപ്പോൾ നിങ്ങൾ പുതിയ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഗെയിൻ കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം, മേ ബി പഠിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ഓണ്ടർപ്രണർഷിപ്പ്, ഒരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കഴിവ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ പണം സമ്പാദിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ പുതിയ രീതിയിൽ പണസമ്പാദനം നടത്തുന്നതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അത് കൂടുതലും നിങ്ങൾക്ക് പണസമ്പാദനം കൂടുതലായിട്ട് ഉണ്ടാവും, ഇന്ന് ധാരാളം പണം വന്ന് ചേരുമെന്നാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ദെൻ നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ഇത് വീണ്ടും ഒരു ആവേശപ്പെട്ടിട്ട് വഴക്കുണ്ടാക്കാൻ പോകുന്ന ഒരു എനർജിയാണ്. എടുത്തുചാട്ടം, മുൻകോപം, അതൊക്കെയാണ്. എടുത്തുചാട്ടം വേണ്ട, വഴക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ നൈറ്റ് ഓഫ് സോർട്സ് പറയുമ്പോൾ വളരെ വേഗത്തിൽ വാഹനം ഓടിക്കുക, വളരെ വേഗത്തിൽ ചിന്തിക്കുന്നതിനനുസരിച്ച് വേഗത്തിൽ തീരുമാനം എടുത്ത് പ്രവർത്തിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു ഒറ്റബുദ്ധിയിൽ തീരുമാനം എടുത്ത് മുന്നോട്ട് പോയാൽ അത് മിക്കവാറും ഫ്ലോപ്പ് ആവാനാണ് സാധ്യത. അപ്പോൾ ഇന്ന് തീരുമാനം എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ഓടി നടന്ന് അല്ലെങ്കിൽ പെട്ടെന്നായിട്ട് തീരുമാനം എടുക്കാൻ പാടില്ല. ഓക്കെ. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അമിത വേഗതയിൽ വാഹനം ഓടിക്കാൻ പാടില്ല. ലാസ്റ്റ് കാണുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള എനർജിയാണ്. അപ്പോൾ പണം ആവശ്യമുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക്. ചെറിയ തുകയല്ല, അത്യാവശ്യം വലിയൊരു തുക ചിലപ്പോൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസ ഇല്ലല്ലോ, എങ്ങനെ റെഡിയാക്കും എന്നോർത്ത് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ പണത്തിനെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. പണം കിട്ടാൻ വേണ്ടിയിട്ട്, പണം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ എവിടെ നിന്ന് അല്ലെങ്കിൽ എങ്ങനെ എപ്പോൾ എന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് പണം മാത്രമല്ല, ചിലപ്പോൾ ചില വ്യക്തികളെ കാത്തിരിക്കുന്നതും ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഏസ് ഓഫ് കപ്സ് ആണ്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. വഴക്കുണ്ടാക്കി പിണങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ തമ്മിലൊരു റീയൂണിയൻ പോസിബിലിറ്റിയാണ്. ഒരു വല്ലാത്ത പുതിയ സ്നേഹം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ്. ഇനി ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് പിണങ്ങിപ്പോയ ആളുകളല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അതും അല്ലെങ്കിൽ ചില ആളുകളോടൊരു ക്രഷൊക്കെ തോന്നാവാനും സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അതുകൂടാതെ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സഹായം നീട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ഓഫർ, എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റാരെങ്കിലും വെച്ച് നീട്ടുന്നതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തേക്ക് വന്നിട്ടുള്ള മൊത്തത്തിലുള്ളൊരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം. താങ്ക് യു സോ മച്ച്.